നമസ്കാരം. ഇത്തവണത്തെ വിൽപ്പനയിൽ ഒരുവിധം എല്ലാ കമ്പനികളുടെയും ഗ്രാഫ് കുത്തനെ താഴോട്ടാണ് പോയിരിക്കുന്നത്. ടോപ്പ് 10 ലിസ്റ്റിൽ ഓലയ്ക്ക് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. പിന്നെ ബൗൺസ് ഇൻഫിനിറ്റി ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. ഓക്കെ, 2026 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. 1,49,000 യൂണിറ്റ്സ് ആണ് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മന്ത് ഓൺ മന്ത് സെയിൽസ്, അതായത് ഇത് മാർച്ച് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 21% വലിയൊരു ഇടിവാണ് നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ, അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 62% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ബൗൺസ് ഇൻഫിനിറ്റിയാണ് 10ാം സ്ഥാനത്തുള്ളത്. ഇവര് ടോപ്പ് 10 ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന റിവോൾട്ട് മോട്ടോഴ്സ് ആണ് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ 299 യൂണിറ്റ്സ് മാത്രം വിൽപ്പന നടത്താൻ സാധിച്ച ബൗൺസ് ഇൻഫിനിറ്റിക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1077 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 260% വളരെ മികച്ച വളർച്ചയാണ് ബൗൺസ് ഇൻഫിനിറ്റി കൈവരിച്ചിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 18% ഇടിവാണ് ഇവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. 0.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. സിമ്പിൾ എനർജിയാണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 9ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ച് മാസത്തിൽ 1766 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിളിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1188 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 32% വലിയൊരു ഇടിവാണ് സിമ്പിൾ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 338% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 0.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ബിഗോസ് ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 8ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ച് മാസത്തിൽ 3688 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3065 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 16% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 133% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട്. 2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. റിവർ ഇന്ത്യയാണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ച് മാസത്തിൽ 4201 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3198 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 23% വലിയൊരു ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 302% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ റിവർ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. 2.1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. നമുക്കറിയാം, കുറച്ച് മാസങ്ങളായിട്ട് റിവർ ഇന്ത്യ 7ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. 6ാം സ്ഥാനത്തേക്ക് അത്ര പെട്ടെന്ന് അവർക്ക് എത്താൻ സാധിക്കുമെന്നും തോന്നുന്നില്ല. കാരണം 6ാം സ്ഥാനത്തുള്ള ഗ്രീവ്സിന്റെ സെയിൽസ് റിവർ ഇന്ത്യയുടെ സെയിൽസിന്റെ ഇരട്ടിയേക്കാൾ കൂടുതലാണ്. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് എടുത്ത് നോക്കുമ്പോൾ റിവറിന്റെ ഷോറൂമുകളും വളരെ കുറവാണ്. റിവറിന്റെ സെയിൽസ് വലിയ രീതിയിൽ കൂടാത്തതിനുള്ള കാരണവും ഒരുപക്ഷെ അത് തന്നെയായിരിക്കണം. ഗ്രീവ്സ് ആണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ച് മാസത്തിൽ 7967 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 6884 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 13% ഇടിവാണ് ഗ്രീവ്സ് നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 72% മികച്ച വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 4.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഗ്രീവ്സിന്റെ സെയിൽസിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഒരുപാട് കാലമായിട്ട് ഇവർ ടോപ്പ് 10 ലിസ്റ്റിൽ വളരെ താഴോട്ട് പോയതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മുകളിലേക്കും കയറിയിട്ടില്ല. 5ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 6ാം സ്ഥാനത്താണ് എപ്പോഴും ഇവർ ഉണ്ടാവാറുള്ളത്. സെയിൽസിലെ ആ ഒരു കൺസിസ്റ്റൻസി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓലയാണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ച് മാസത്തിൽ 10133 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ഏപ്രിൽ മാസത്തിൽ 12166 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 20% മികച്ച വളർച്ചയാണ് ഓല കൈവരിച്ചിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 39% വലിയൊരു ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. 8.1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരുപാട് കാലം 1ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ വളരെ വലിയ മാർജിനിൽ ലീഡ് ചെയ്തിരുന്ന ഓല കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗ്രീവ്സിന്റെയും താഴെ 6ാം സ്ഥാനത്ത് വരെ എത്തിയിരുന്നു. അതിനുശേഷം ഒരുപാട് ഓഫറുകൾ നൽകിയിട്ടാണെങ്കിലും നിലവിലെ സെയിൽസിൽ താഴോട്ട് പോകാതെ അവർ നോക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഗ്രോത്തുമുണ്ട്. നിലവിലെ ടോപ്പ് 10 സെയിൽസ് ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എല്ലാവരും വിൽപ്പനയിൽ താഴോട്ടാണ് പോയിരിക്കുന്നത്. ഓലയ്ക്ക് മാത്രമാണ് ഏപ്രിൽ മാസത്തിൽ വളർച്ച കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഇവരുടെ കാര്യമായതുകൊണ്ട് ഒന്നിലും ഒരു ഉറപ്പില്ല. എന്തായാലും കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ സർവീസ് നൽകി ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഹീറോ മോട്ടോകോർപ്പ് വീടയാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ച് മാസത്തിൽ 21561 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച വീടയ്ക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 15230 യൂണിറ്റ്സ് മാത്രമാണ്.
മന്ത് ഓൺ മന്ത് സെയിൽസിൽ 29% വലിയൊരു ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 148% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഹീറോ മോട്ടോകോർപ്പ് വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 10% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഏഥർ എനർജീസ് ആണ് 3-ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 3-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ച് മാസത്തിൽ 36,136 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 27,024 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 25% വലിയൊരു ഇടിവാണ് ഏഥർ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 103% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഏഥറിന് സാധിച്ചിട്ടുണ്ട്. 18% ഇവരുടെ മാർക്കറ്റ് ഷെയർ. TVS, ബജാജ്, ഹീറോ മോട്ടോകോർപ്പ് പോലെയുള്ള മികച്ച ബ്രാൻഡഡ് കമ്പനികളൊക്കെ ഇവിടെ മത്സരത്തിനുണ്ടെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഏഥർ എനർജീസിന്റെ R&Dയുടെ അടുത്തെത്താൻ ഇവർക്ക് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഏഥറിന്റെ ഏറ്റവും പുതിയ EL പ്ലാറ്റ്ഫോമുകളിൽ പുതിയ വണ്ടികൾ ഇറങ്ങാനിരിക്കുന്നുമുണ്ട്. നമ്മൾ ഒരു ലോങ് ടേമിൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് സെയിൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ EV 2 വീലർ വിൽപ്പനയിൽ ഏഥർ 1-ാം സ്ഥാനത്തെത്താനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. അതേപോലെ ഉടനെയൊന്നുമില്ലെങ്കിലും ഇവരുടെ ഒരു ബൈക്കും ഭാവിയിൽ ഇറങ്ങാനിരിക്കുന്നുണ്ട്. ബജാജ് ചേതക്കാണ് 2-ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 2-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ച് മാസത്തിൽ 46,549 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ചേതക്കിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 32,883 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 29% വലിയൊരു ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 72% മികച്ച വളർച്ച കൈവരിക്കാൻ ബജാജ് ചേതക്കിന് സാധിച്ചിട്ടുണ്ട്. 22% ഇവരുടെ മാർക്കറ്റ് ഷെയർ. TVS 1-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. മാർച്ച് മാസത്തിൽ 49,879 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച TVSന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 37,828 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 24% വലിയൊരു ഇടിവാണ് TVS നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 89% മികച്ച വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 25% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു മിനിറ്റേ പോകാൻ വരട്ടെ. ഇനി നമുക്ക് കേരളത്തിൽ വിൽപ്പനയുള്ള പ്രധാനപ്പെട്ട മറ്റ് വണ്ടികളുടെ ലിസ്റ്റ് കൂടി നോക്കാം. മാർച്ച് മാസത്തിൽ 1,334 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ട് മോട്ടോഴ്സിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 915 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 31% വലിയൊരു ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി മാർച്ചിൽ 575 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓബൻ റോറിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 567 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 1.3% ചെറിയൊരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ മാർച്ച് മാസത്തിൽ 282 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 348 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 23% മികച്ച വളർച്ച കൈവരിക്കാൻ അൾട്രാ വയലറ്റിന് സാധിച്ചിട്ടുണ്ട്. മാർച്ചിൽ 143 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഹോണ്ട ആക്ടിവ ഇക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 377 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 163% വളരെ മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ മാർച്ചിൽ 323 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച സുസുക്കി ആക്സസിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 273 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 15% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. അതേപോലെ മാർച്ചിൽ 36 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച യമഹയ്ക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 103 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 186% വളരെ മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. BMW മാർച്ചിൽ 35 യൂണിറ്റ്സും ഏപ്രിൽ മാസത്തിൽ 22 യൂണിറ്റ്സുമാണ് വിൽപ്പന നടത്തിയത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 37% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഡാറ്റ മുഴുവനും വാഹൻ എന്ന് പറഞ്ഞ ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ഇവർ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽസ് ഫിഗേഴ്സിൽ വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.